സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ ആൻഡ് സബ് മൾട്ടിപ്പിൾ ആംഗിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. അത് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും കണ്ടു, പിന്നെ ഫോർമുലാസും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ചാപ്റ്ററിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ കാണാൻ പോവുകയാണ്. അതോടൊപ്പം 2 പുതിയ ഫോർമുല പഠിക്കും, അതിൻ്റെ അനുബന്ധിച്ച് വരുന്ന പ്രോബ്ലംസും പഠിക്കും. അപ്പോൾ ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ കെയർഫുള്ളായി മനസ്സിലാക്കി പഠിക്കുക. 100% ഷുവർ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും പെന്നും പേപ്പറും ബുക്കും ഒക്കെ വെച്ച് മാത്രം ഈ ടോപ്പിക്ക് കണ്ടു തുടങ്ങുക. മുഴുവനായി കണ്ട ശേഷം മാത്രം നോട്ട്സ് എഴുതുക. എന്ന് വീണ്ടും ഡൗട്ട്സ് വരുന്ന ഭാഗം കണ്ട് മനസ്സിലാക്കുക. ഓക്കെ? അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ആ ഫസ്റ്റ് പാർട്ട് കണ്ട ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, എന്നാൽ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നാലോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് വരാം. പ്രോബ്ലം കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ കൺഫ്യൂസ്ഡ് ഒക്കെ ആയിട്ട് തോന്നും. വളരെ സിമ്പിൾ ആയ പ്രോബ്ലം ആണ്. ആ ടെക്നിക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഇത് എങ്ങനെ ഓർത്തിരിക്കണം എന്നുള്ളത്. ആ ടെക്നിക്ക് ഞാൻ പറയാം, അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പഠിച്ചു പോകുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് 2 tan 10 plus tan 40 equal to tan 50. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ തുടങ്ങണം എന്നുള്ളതായിരിക്കും പലരുടെയും ഡൗട്ട്. അപ്പോൾ ഇതില് നമുക്ക് ആംഗിൾസ് എന്ന് പറയുന്നത് ടാൻ കഴിഞ്ഞ് വരുന്നതാണ് ആംഗിൾ വരുന്നത്. ഇവിടെ 10 ആണ്, 10 ഡിഗ്രി, ഇവിടെ 40 ഡിഗ്രി, ഇവിടെ 50 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്. ഈ 3 ആംഗിളിൽ റിലേറ്റഡ് ആണ്. എങ്ങനെ റിലേറ്റഡ് ആണ്? ഇപ്പോൾ 10 ഡിഗ്രി കിട്ടണമെങ്കിൽ നമുക്ക് 50 ഡിഗ്രി 40 ഡിഗ്രി കുറച്ചാൽ എന്ത് കിട്ടും? 10 ഡിഗ്രി കിട്ടും. ആ ഒരു ലോജിക്കാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് എങ്ങനെ തുടങ്ങണം എന്നുള്ള ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഈ 3 ആംഗിൾസും റിലേറ്റഡ് ആണ്. അതായത് 50 ഡിഗ്രി 40 ഡിഗ്രി കുറയ്ക്കുമ്പോഴാണ് 10 ഡിഗ്രി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ ടാൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യാൻ പോകുന്നത് tan 50 minus 40 നൽകി. tan 50 minus 40 അപ്പോഴാണ് എന്ത് കിട്ടുക? tan 10 കിട്ടുക. അത് ആണ് ആദ്യം വരുന്നത്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തു. ഇനി അങ്ങനെയൊന്നും നോക്കണ്ട. നിങ്ങൾ 3 ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിലെ വലിയ 2 ആംഗിൾ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ ചെറുത് കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത് ഏത് ഫോർമുലയിലായി? tan a minus b. tan a minus b എന്താ? tan a minus b? tan a minus tan b divided by 1 plus tan a into tan b. അത് നമ്മൾ പഠിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ആ ഫോർമുല അപ്ലൈ ചെയ്യണം. ഇവിടെ 50 എന്നുള്ളതാണ് a, b എന്നുള്ളത് 40 ആണ്. അപ്പൊ അത് എങ്ങനെ എഴുതും? tan 50 minus tan 40 divided by 1 plus tan 50 into tan 40. ഓക്കെ, സിമ്പിൾ ആണ്. നമ്മൾ tan a minus b എന്നുള്ള ഫോർമുല ആണ് അപ്ലൈ ചെയ്തത്. ഇനി tan 50 minus tan 40 എന്നുള്ള ഫോർമുല നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇവിടെ 50 minus 40 എത്രയാണ്? 10. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? tan 10 equal to എന്ത് കിട്ടി? tan 50 minus tan 40 divided by ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 പ്ലസ് ഇത് ഇപ്പൊ ഞാൻ ഇതേമാതിരി എഴുതുകയാണ്. tan 50 into tan 40. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അതേമാതിരി എഴുതിയതേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ ഇവിടെ 2 into tan 10 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ 2 എന്നുള്ള ടേം വരണമെങ്കിൽ ഇതിന്റെ ഡിനോമിനേറ്റർ 2 ആയിട്ട് വരണം. എന്നാലേ ക്രോസ് മൾട്ടിപ്ലൈ എന്ത് വരുള്ളൂ? 2 into tan 10 ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ 1 ഓൾറെഡി നമുക്കുണ്ട്. അപ്പൊ 1 plus 1 ആയാലേ എന്താവുള്ളൂ? ഇത് 2 ആവുള്ളൂ. അപ്പൊ ഈ ടേം കൂടി 1 ആക്കി കൊണ്ടുവരണം. അപ്പൊ അത് എങ്ങനെ 1 ആക്കും? അത് നമ്മൾ പഠിച്ച റിഡക്ഷൻ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ tan 50 minus tan 40 divided by 1 plus tan 50 into tan 40 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? tan 90 minus 40. റിഡക്ഷൻ ഫോർമുല എപ്പോഴും 90ന്റെ മൾട്ടിപ്ലൈ വരുന്ന നമ്പർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക ആദ്യം. അതുകൊണ്ടാണ് നമ്മൾ 90 തന്നെ എടുക്കാൻ കാരണം. അപ്പൊ നമ്മൾ അത് എന്തുകൊണ്ട് വേറെ വിധത്തിൽ എടുത്തില്ല എന്നുള്ള ഡൗട്ട് വരരുത്. ഓക്കെ, അപ്പൊ 90 minus 40 എന്ന് വെച്ചു. റിഡക്ഷൻ ഫോർമുല അപ്ലൈ. 90 ന്ന് 40 കുറച്ചാൽ എത്രയാ? സോറി, 90 minus 40 അല്ല, 90 minus 50. നമുക്ക് അവിടെ
40 എന്നാണ് ഇവിടെ ഉള്ളത്. നമുക്ക് 40 കിട്ടണമെങ്കിൽ 90 മൈനസ് 50 ചെയ്താൽ എന്ത് കിട്ടുള്ളൂ? 40 ഡിഗ്രി കിട്ടുള്ളൂ. ഓക്കെ, 90 മൈനസ് 50. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് tan 10 ഈക്വൽ ടു tan 50 മൈനസ് tan 40 divided by 1 plus tan 50 into tan 1 into 90 നോക്കാം. 90 90 എത്ര തവണ പോകും? ഒരു തവണ. അതാണ് 1 into 90 മൈനസ് 50. ഓക്കെ, അപ്പോൾ അടുത്ത എന്താവും? tan 10 ഈക്വൽ ടു tan 50 മൈനസ് tan 40 divided by 1 plus tan 50 into 1 എന്ന് പറഞ്ഞാൽ എന്ത് നമ്പറാണ്? ഓഡ് നമ്പറാണ്. അപ്പോൾ റിഡക്ഷൻ ഫോർമുല അറിയാത്തവരുണ്ടെങ്കിൽ റിഡക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞ വീഡിയോ പോയി കണ്ടിട്ട് വേണം ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ. ഇപ്പോൾ 1 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാണ്. ടാൻ എന്തായി മാറും? കോട്ടായി മാറും. കോട്ടായി മാറി. ഇനി ഇത് 1 into 90 പറഞ്ഞാൽ ആദ്യത്തെ ക്വാഡ്രന്റില മൈനസ് ചെയ്താൽ പുറകോട്ട് തന്നെ വരിക. അപ്പൊ അത് ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെ ആയിരിക്കും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആയതുകൊണ്ട് ഇവിടെ തീറ്റയുടെ ഭാഗത്ത് 50 ഡിഗ്രിയാണ്. അപ്പൊ കോട്ട് 50 എന്ന് വന്നു. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആയതുകൊണ്ട് എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ടാനും ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ കിട്ടിയ ഉത്തരമല്ല നോക്കണ്ടത്, ടാൻ ആണ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ടാൻ എന്താണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ നോക്കണ്ടത്? ടാൻ പോസിറ്റീവ് ആണ്. അപ്പൊ കോട്ടും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? tan 50 മൈനസ് tan 40 divided by 1 plus tan 50 into ഇവിടെ കോട്ട് 50 ആണ്. കോട്ട് എന്ന് പറഞ്ഞാൽ എന്തിനാ? ടാനിനെ തിരിച്ചിടുമ്പോൾ കിട്ടുന്ന, അല്ലെങ്കിൽ കോട്ടിനെ തിരിച്ചിട്ട് എന്താ കിട്ടുക? ടാനിനെ കിട്ടുക. അപ്പൊ നമുക്ക് ഇതിനെ എന്താ ചെയ്യുക? 1 by tan 50 ആക്കാം. കോട്ടിനെ നമ്മൾ തിരിച്ചിട്ട് അല്ലെങ്കിൽ ടാനിനെ നമ്മൾ തിരിച്ചിടുമ്പോഴാണ് 1 by tan എന്നുള്ളതിനെ നമ്മൾ തിരിച്ചിടുമ്പോഴാണ് എന്തായി മാറുക? കോട്ടായി മാറുക. അപ്പൊ കോട്ട് 50 നമ്മൾ തിരിച്ചിട്ടിട്ട് എന്താക്കി? 1 by tan 50 ആക്കി. അപ്പൊ ഏതൊക്കെ ക്യാൻസൽ ചെയ്തു? ഇവിടെ ഉള്ള tan 50യും tan 50 ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്താ ഉണ്ടാവുക? tan 10 equal to tan 50 minus tan 40 divided by ഇവിടെ 1 plus 1 എന്ന് വരും. 1 plus 1 എന്ന്. ഓക്കെ, that implies, ഇത് വായിക്കേണ്ട implies എന്നാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനാണ്. എനിക്ക് അടിയിലേക്ക് എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ implies എന്ന് എഴുതി. അപ്പൊ എന്ത് വരും? tan 10 equal to tan 50 minus tan 40 divided by 1 plus 1 എന്നാൽ 2 എന്ന്. ഓക്കെ, ഇനി ഈ 2 കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 2 into tan 10 എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നു? 2 tan 10 equal to tan 50 minus tan 40 എന്ന്. That implies, ഏകദേശം ഉത്തരത്തിലെത്തി. ഇനി എന്താ? ഈ tan 40 എന്നുള്ളത് വലതുവശത്തല്ല, ഇടതുവശത്താണല്ലോ. അപ്പൊ നമ്മൾ വലതുവശത്തുള്ള tan 40 ഇടതുവശത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ മൈനസ് ഉള്ള എന്താവും? പ്ലസ് ആവും. അപ്പൊ 2 tan 10 plus tan 40 equal to tan 50. സിമ്പിൾ അല്ലേ? നമ്മൾ ആൻസർ കിട്ടി. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. പക്ഷെ 2-3 കാര്യം അറിയണം. ഒന്ന് tan a minus b എന്നുള്ള ഫോർമുല അറിയണം, റിഡക്ഷൻ ഫോർമുല അറിയണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഓർത്ത് വെക്കണം. 10ഉം 40ഉം 50ഉം തമ്മിലുള്ള റിലേഷൻ എന്താ മനസ്സിലാക്കുക. ഡിഗ്രി 50 40 കുറയ്ക്കുമ്പോഴാണ് 10 കിട്ടുന്നത്. ആ ലോജിക്ക് വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നതെന്ന് ഓർത്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൽ കാര്യം. സിമ്പിളാണ്. അപ്പൊ ഇത് നന്നായി മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം ഏതാണ്? പ്രൂവ് ദാറ്റ് 1 plus tan theta into tan 2 theta equal to sec 2 theta. അപ്പൊ ഇവിടെ ആംഗിൾസ് എന്താണ്? ഇവിടെ തീറ്റ അതിന്റെ മൾട്ടിപ്പിൾ 2 theta ആണ്. ഇവിടെ അതിനും 2 theta ആണ്. അപ്പൊ നമ്മൾ ഇത് ചെയ്ത് തുടങ്ങേണ്ടത് tan theta എന്ന് കിട്ടണം. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് tan 2 theta മൈനസ് തീറ്റ എന്നാക്കി. 2 theta മൈനസ് തീറ്റ, 2 theta ഒരു തീറ്റ കുറയ്ക്കുമ്പോഴാണ് tan theta കിട്ടുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഏത് ഫോർമുലയായി? ഇത് എയും ഇത് ബി ആണ് ചെയ്തത്. അപ്പൊ tan a മൈനസ് tan b എന്നുള്ള ഫോർമുല. എന്താ tan a മൈനസ് tan b? tan a അതായത് tan 2 theta മൈനസ് tan b എന്ന് പറഞ്ഞാൽ tan theta ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan a എന്ന് പറഞ്ഞാൽ tan 2 theta ഇൻറ്റു tan b എന്ന് പറഞ്ഞാൽ tan theta. ഓക്കെ, അപ്പൊ ഇത് എന്തായി മാറും? tan theta ആയി മാറും. 2 theta തീറ്റ കുറച്ചാൽ tan theta ഈക്വൽ ടു tan
2 theta minus tan theta divided by 1 plus tan 2 theta tan theta എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിനോമിനേറ്റർ മൊത്തം tan 1 plus tan 2 theta into tan theta, അത് ഇത്രയും രണ്ട് ടേം ഉള്ളതുകൊണ്ട് പ്ലസിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന ടേംസ് രണ്ട് ടേം ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് കൊടുത്തു. ഇനി ഇവിടെ എന്തുണ്ട്, tan theta ഈക്വൽ ടു tan 2 theta മൈനസ് tan theta. ഇനി ഈ tan theta അതിന്റെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകും. അവിടെ ഇൻറ്റു എന്നാണ്, ബ്രാക്കറ്റിന്റെ അവിടെ ഇൻറ്റു എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1 പ്ലസ് tan 2 theta tan theta ഈക്വൽ ടു tan 2 theta മൈനസ് tan theta ഡിവൈഡഡ് ബൈ, ഇൻറ്റു എന്നുള്ള ഇങ്ങോട്ട് വരുമ്പോൾ വലതുവശത്തേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ tan theta. ഓക്കെ, അപ്പോൾ 1 പ്ലസ് tan 2 theta tan theta ഈക്വൽ ടു ഇത് ഹോൾ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ രണ്ട് ടേമിനെ ഡിവൈഡ് ചെയ്യാതാണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ tan 2 theta ഡിവൈഡഡ് ബൈ tan theta മൈനസ് tan theta ബൈ tan theta എന്ന് പറഞ്ഞാൽ 1 ആയി മാറും. tan theta ബൈ tan theta 1 ആയി മാറി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ന്യൂമറേറ്ററിൽ tan 2 theta എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഒരു ഉള്ള ടേംസ് അതേമാതിരി തന്നെ എഴുതുന്നു. 1 പ്ലസ് tan 2 theta tan theta ഈക്വൽ ടു ഈ tan 2 theta നമുക്ക് എന്ത് എഴുതാം, നമ്മൾ എന്താ പഠിച്ച ഫോർമുല, ആ ഫോർമുല ഓർമ്മ വരണം, എന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പഠിച്ചത് 2 tan theta ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ theta എന്നാണ് പഠിപ്പിച്ചത്. അത് tan 2 theta ഫോർമുല ആണ് എഴുതിയത്. ഡിവൈഡഡ് ബൈ tan theta ഉണ്ട്, അപ്പോൾ ഡിവൈഡഡ് ബൈ tan theta പിന്നെ ഒരു മൈനസ് 1. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കണം, വെറും tan theta എഴുതി കഴിഞ്ഞാൽ ഇവിടെ ന്യൂമറേറ്റർ ഉണ്ട് ഡിനോമിനേറ്റർ ഉണ്ട്, ഇവിടെ മോൾ ഭാഗത്തുള്ളതിന് വെറും tan theta എന്നേ ഉള്ളൂ ഡിനോമിനേറ്റർ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 1 ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ ക്യാൻസൽ ചെയ്തു പോകും അതറിയണം. അപ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 പ്ലസ് tan 2 theta tan theta ഈക്വൽ ടു ഇവിടെ ന്യൂമറേറ്ററിലുള്ള tan theta ക്യാൻസൽ ചെയ്തു പോകും, ഇവിടെ ഉള്ള tan theta ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി 2 ഡിവൈഡഡ് ബൈ ഇവിടെ 2 ഉണ്ടാവും. ഇവിടെ 1 മൈനസ് tan സ്ക്വയർ theta ഉണ്ടാവും. 1 മൈനസ് tan സ്ക്വയർ theta ബൈ 1 എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ ഉള്ള tan theta നമുക്ക് കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. പിന്നെ ഒരു മൈനസ് 1 ഉണ്ടാവും, ഇവിടെ മൈനസ് 1. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, 1 പ്ലസ് tan 2 theta tan theta ഈക്വൽ ടു ഇവിടെ 1 എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും 1 ബൈ 1 ആയിരിക്കും. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഇൻറ്റു 2 മൈനസ് ഇവിടെ മൈനസ് ആണ്. പിന്നെ ഇവിടെ 1 ഇൻറ്റു ഈ ഡിനോമിനേറ്റർ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ആണ്. 1 ഇൻറ്റു ഈ ഡിനോമിനേറ്റർ മൊത്തത്തിൽ മൾട്ടിപ്ലൈ, ഈ ഡിനോമിനേറ്ററിലുള്ള ടേം തന്നെ 1 മൈനസ് tan സ്ക്വയർ theta ഡിവൈഡഡ് ബൈ, ഇനി ഡിനോമിനേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ഇവിടെ 1 മൈനസ് tan സ്ക്വയർ theta ഉണ്ട്, 1ന്റെ ചോടെ 1 ഉണ്ടാവും. മൾട്ടിപ്ലൈ ചെയ്താൽ 1 മൈനസ് tan സ്ക്വയർ theta. അപ്പോൾ എന്ത് വരും, 1 പ്ലസ് tan 2 theta tan theta ഈക്വൽ ടു 2 മൈനസ് 1 മൈനസ് മൈനസ് എന്നുള്ള പ്ലസ് tan സ്ക്വയർ theta എന്നാവും. പ്ലസ് tan സ്ക്വയർ theta ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ theta. അപ്പോൾ 1 പ്ലസ് tan 2 theta tan theta ഈക്വൽ ടു 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 ആയി മാറും. 1 പ്ലസ് tan സ്ക്വയർ theta ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ theta എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വേറെ ഒരു ഫോർമുല അറിഞ്ഞിരിക്കണം. എന്താണ് cos 2 theta ഫോർമുല? ടാനിലുള്ള cos 2 theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് tan സ്ക്വയർ theta ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ theta. ഇതാണ് നമ്മൾ പഠിപ്പിച്ചാണ്, ഈ ഫോർമുല നമ്മൾ പഠിപ്പിച്ചാണ്. അപ്പോൾ ഈ ഫോർമുല നോക്കിയാൽ ഇത് തിരിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഡിനോമിനേറ്ററിലുള്ള 1 പ്ലസ് tan സ്ക്വയർ theta ആണ്, അത് ന്യൂമറേറ്ററിൽ വന്നു, ന്യൂമറേറ്ററിലുള്ള ഡിനോമിനേറ്ററിൽ വന്നു. അപ്പോൾ അത് cos 2 theta തിരിച്ചിട്ടതിന് സമാണ് തിരിഞ്ഞു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ cos 2 theta തിരിച്ചിട്ട് എന്താ കിട്ടുക, കോസിനെ തിരിച്ചിട്ട് എന്ത് കിട്ടുന്ന പറഞ്ഞാൽ sec ആണ് കിട്ടുക. അപ്പൊ cos 2 theta തിരിച്ചിട്ട് എന്തായിരിക്കും കിട്ടുക, sec 2 theta എന്നാണ് കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 1 പ്ലസ് tan 2 theta tan theta ഈക്വൽ ടു ഇത് തിരിച്ചിട്ടാ വന്നത്, അതുകൊണ്ട് നമുക്ക് അതിനെ sec 2 theta എന്ന് എഴുതാം. അപ്പൊ നമുക്ക് കിട്ടേണ്ട അതേ കാര്യം കിട്ടിയില്ലേ, 1 പ്ലസ് tan theta tan 2 theta എന്നാണ്. ഇത് ഇന്ത്യ ആയതുകൊണ്ട് ഓർഡർ മാറി അതിൽ കുഴപ്പമില്ല, വേണമെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം. 1 പ്ലസ് tan theta tan
2 തീറ്റ എന്നാക്കാം. കാരണം 3 into 2 എന്ന് പറഞ്ഞാൽ 2 into 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. അതുപോലെ തന്നെ tan 2 തീറ്റ into tan തീറ്റ എന്ന് പറഞ്ഞാലും tan തീറ്റ into tan 2 തീറ്റ എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ തിരിച്ചെഴുതി ഈക്വൽ ടു sec 2 തീറ്റ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സിമ്പിൾ ആയിട്ട് കിട്ടി. അപ്പോൾ ഇത് നന്നായിട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുന്ന അത്ര എളുപ്പമായിരിക്കില്ല സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അടുത്തത് നമ്മൾ മൾട്ടിപ്പിൾ ആംഗിൾസിലെ 2 ഫോർമുലയും കൂടി പഠിക്കാൻ പോവാണ്. അപ്പം അതെന്താന്ന് പറഞ്ഞുതരാം, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള ആ രീതിയിൽ അത് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ അത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 പ്രോബ്ലമെങ്കിലും ഇത് വെച്ചിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് sin 3a അല്ലെങ്കിൽ sin 3 തീറ്റ എന്നായിരിക്കും. എക്ക് പകരം തീറ്റ എന്നായിരിക്കും. അപ്പൊ അത് ഓർത്ത് വെക്കേണ്ടത് sin 3a എന്ന് പറയുമ്പോൾ ഏത് നമ്പറിലാണ് വരുന്നത്? ഇവിടെ ആൽഫബറ്റ് അല്ല, ഏത് നമ്പറാ? 3. ആ നമ്പർ എന്നാ തുടങ്ങേണ്ടത്. 3 sin a മൈനസ്, നടുക്കിൽ മൈനസ് ആയിരിക്കും. 3 കഴിഞ്ഞ അടുത്ത നമ്പർ 4 sin ക്യൂബ്. 4 sin ക്യൂബ്. സിമ്പിൾ ആണ്. sin 3ന്റെ ഫോർമുലയിൽ സൈൻ മാത്രമേ വരുള്ളൂ, കോസും ടാനും ഒന്നും വരില്ല. അതേമാതിരി sin 3 എന്ന് പറയുമ്പോൾ 3 എന്നുള്ള നമ്പറിനാണ് തുടങ്ങേണ്ടത്. അപ്പൊ 3 sin a മൈനസ് ആണ് നടുക്കിൽ. 3 കഴിഞ്ഞ അടുത്ത നമ്പർ 4 sin ക്യൂബ്. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് cos 3a സിമ്പിൾ ആയിട്ട് എഴുതാം. cos 3a ഈക്വൽ ടു എന്താ വരിക? ഇതിലെ രണ്ടാമത്തെ ടേം ആണ് ആദ്യം വരേണ്ടത്. അപ്പൊ നമ്പർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ നമ്പർ എന്താ? 4. സൈൻ ഒന്നും നോക്കണ്ട, 4. ഇനി cos 3ന്റെ ടേമില് എല്ലാം കോസ് ആയിരിക്കും. അപ്പൊ 4 സൈനിന് പകരം കോസ് നാക്കി, cos ക്യൂബ് a മൈനസ്, നടുക്കിൽ മൈനസ് തന്നെയായിരിക്കും. ഇവിടെ ആദ്യം വന്ന ടേമാണ് രണ്ടാമത് വരുന്നത്. അപ്പൊ 3 സൈനിക്ക് പകരം എന്താക്കണം? കോസ്. ഇത്രയേ ഉള്ളൂ ഫോർമുല. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതാണ്. ഈ 2 ഫോർമുല നന്നായിട്ട് പഠിച്ചിരിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ sin 3ന്റെ ഫോർമുലയും cos 3ന്റെ ഫോർമുലയും പഠിച്ചു. അപ്പൊ അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: prove that cos 3a plus cos a whole divided by sin 3a minus sin a equal to cot a. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും? നമ്മൾ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS എന്താ ഉള്ളത്? LHS equal to cos 3a plus cos a whole divided by sin 3a minus sin a. അപ്പോൾ നമുക്ക് cos 3a sin 3a ഫോർമുല അറിയണം. അപ്പോൾ ഇത് equal to cos 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 cos ക്യൂബ് a minus 3 cos a. അതാണ് എന്തിന്റെ ഫോർമുല? cos 3ന്റെ ഫോർമുല. അത് അവിടെ കൊടുത്തു. പ്ലസ് cos a, ഒരു പ്ലസ് cos a ഉണ്ട്, അത് ആഡ് ചെയ്തു. ഡിവൈഡഡ് ബൈ sin 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 sin a minus 4 sin ക്യൂബ് a. പിന്നെ എന്തുണ്ട്? ഒരു മൈനസ് sin a, മൈനസ് sin a. നെക്സ്റ്റ് സ്റ്റെപ്പില് 4 cos ക്യൂബ് a, ഇവിടെ മൈനസ് 3 cos a പ്ലസ് cos a. അപ്പൊ ഒന്ന് മൈനസ് ആണ്, ഒന്ന് പ്ലസ് ആണ്. അപ്പൊ 3ഉം ഒരു cos a ആണുള്ളത്. അപ്പൊ 3ന്ന് വലുതെന്ന് ചെറുത് കുറച്ചു. അപ്പൊ 3ന്ന് ഒരു cos a കുറച്ച് എത്രയായി? 2 cos a. അപ്പൊ 2 cos a എന്ന് എഴുതി. ഇനി വലുതിന്റെ ചിഹ്നം മൈനസ് ആണ്, മൈനസ് സൈൻ കൊടുത്തു. ഓക്കെ, ഡിവൈഡഡ് ബൈ, ഇനി ഇവിടെ 3 sin a ഉണ്ട്, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. 3 sin a ന്ന് ഒരു സൈൻ a കുറച്ച് എത്രയാ? 2 sin a. പിന്നെ മൈനസ് 4 sin ക്യൂബ്, മൈനസ് 4 sin ക്യൂബ്. ഓക്കെ, ഇനി ഇതിൽ രണ്ടിലും ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? 4ലും 2 ഉണ്ട്, ഇവിടെ 2ലും 2 പോകും. അതേപോലെ ഇവിടെ cos ക്യൂബ് ഉണ്ട്, ഇവിടെ cos a ഉണ്ട്. അപ്പൊ എന്താ കോമൺ ആയിട്ടുള്ളത്? 2 cos a, അതാണ് കോമൺ ആയിട്ടുള്ളത്. 2 cos a ഔട്ട്സൈഡ് എടുത്തു. അപ്പൊ ഒരു 2 ഇവിടുന്ന് പോയി. അപ്പൊ 4 കിട്ടണേ 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട്. പിന്നെ ഒരു cos a പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ cos ക്യൂബ് എന്തായി മാറും? cos സ്ക്വയർ a ആയി മാറും. cos സ്ക്വയർ a മൈനസ് 2 cos a പുറത്തേക്ക് വന്ന്, അല്ലെങ്കിൽ 2 cos a നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 cos a തന്നെ കിട്ടും? 1. അതാണ് ഇവിടെ 1 വരുന്നത്. ഹോൾ ഡിവൈഡഡ് ബൈ, അതുപോലെ ഡിനോമിനേറ്ററിൽ കോമൺ ആയിട്ട് 2 sin a ആണുള്ളത്. 2 sin a ഔട്ട്സൈഡ് എടുത്തു. 2 sin a നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 sin a തന്നെ കിട്ടും? 1. അത് കഴിഞ്ഞാൽ മൈനസ് 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും? 2. ഇനി ഒരു sin a പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്താ ഉണ്ടാവുക? sin സ്ക്വയർ a. ഓക്കെ, അപ്പൊ ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു പോയി. ബാക്കി ഈക്വൽ ടു cos a
2 cos square a minus 1 അത് എന്തിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 cos square theta minus 1 എന്തിന്റെ cos 2 theta ന്റെ ഫോർമുല. അപ്പോൾ ഇവിടെ ആംഗിൾ a ആയതുകൊണ്ട് അത് എന്തായിരിക്കും into cos 2a. cos 2a യുടെ ഫോർമുലയാണ് ഇത് ബ്രാക്കറ്റിലുള്ളത്. അതുപോലെ ഡിവൈഡഡ് ബൈ sin a into 1 minus 2 sin square theta അതും എന്തിന്റെ ഫോർമുലയാണ് cos 2 theta ന്റെ ഫോർമുല തന്നെയാണ്. അപ്പോൾ ഇവിടെ a ആയതുകൊണ്ട് എങ്ങനെ എഴുതാം cos 2a എന്ന് എഴുതാം. അപ്പോൾ വീണ്ടും ഏതൊക്കെ ക്യാൻസൽ ചെയ്തു പോകും cos 2a ക്യാൻസൽ ചെയ്തു പോയി cos a by sin a ആണ്. എന്താ cos a by sin a cot a അതാണ് നമുക്ക് എന്തിലുള്ള RHS നമുക്ക് കിട്ടി cot a. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാം. പക്ഷേ നമുക്ക് cos 3 ന്റെ ഫോർമുലയും sin 3 ന്റെ ഫോർമുലയും നന്നായി അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇത് പോയി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊന്നും ചെയ്യാൻ നോക്കരുത്. ചിലവർ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കും, അപ്പോൾ അത് തെറ്റിപ്പോവും. അപ്പോൾ ഈ മെത്തേഡ് നന്നായി പഠിച്ചു വെക്കുക. ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് sin 3x divided by sin x minus cos 3x by cos x equal to 2. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് ചെയ്യാൻ തുടങ്ങുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണുള്ളത്? LHS equal to sin 3x by sin x minus cos 3x by cos x. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ തോന്നും, പക്ഷെ ക്രോസ് മൾട്ടിപ്ലൈ ഒന്നും ചെയ്യരുത്. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് sin 3x ന്റെ ഫോർമുല എഴുതുക. x ആണ് ആംഗിൾ, അപ്പോൾ x ൽ വെച്ചിട്ട് വേണം നമ്മൾ ഫോർമുല എഴുതുക. എന്താ വരിക? 3 sin x minus 4 sin cube x അതാണ് sin 3x ന്റെ ഫോർമുല. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? sin x മൈനസ് ഇനി cos 3x ന്റെ ഫോർമുല എന്താണ്? 4 cos cube x minus 3 cos x divided by cos x ഉണ്ട്. അതാണ് divided by cos x. ഓക്കെ, ഇനി ന്യൂമറേറ്ററിൽ നമുക്ക് ഈ sin x ക്യാൻസൽ ചെയ്ത് പോകണം. ഇവിടെ അതേമാതിരി cos x ക്യാൻസൽ ചെയ്ത് പോകണം ന്യൂമറേറ്ററുമായിട്ട്. അത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇവിടെ സൈനും കോസും ഒന്നും വരുന്നില്ല ഡിനോമിനേറ്ററിലൊന്നും. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ ഒരു സൈൻ നമ്മൾ ഇവിടുന്ന് കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കുക. അപ്പോൾ ഇവിടുന്ന് sin x ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? sin x എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 sin x കിട്ടുക? 3 കൊണ്ട് മൈനസ് 4 ഇവിടുന്ന് ഒരു sin x പുറത്തെടുത്താൽ അത് sin square x എന്നായി ഉണ്ടാവും. ഡിവൈഡഡ് ബൈ sin x മൈനസ് ഇനി ഇവിടെ നമ്മൾ ഒരു cos x ആണ് പുറത്തെടുക്കുന്നത്. അപ്പോൾ cos x ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ 4 cos square x എന്നാവും, കാരണം ഒരു cos x പുറത്തേക്ക് വന്നു. മൈനസ് cos x പുറത്ത് വന്നാൽ 3a ബാക്കി ഉണ്ടാവുള്ളൂ. ഡിവൈഡഡ് ബൈ cos x. അപ്പോൾ ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും? ഇവിടെ ഉള്ള sin x ഉം ഇവിടെ ഉള്ള cos x ഉം ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താ ഉണ്ടാവുക? 3 minus 4 sin square x. ഈ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ മൈനസ് 4 cos square x മൈനസ് എന്നുള്ളത് പ്ലസ് ആയി മാറും. ഇവിടെ പ്ലസ് 3 എന്ന് കിട്ടി. ഇനി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ആഡ് ചെയ്യാം. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അത് രണ്ടും ഒരുമിച്ചാക്കി 3 + 3. പിന്നെ ഇതിൽ രണ്ടിലും -4 ആണ്, അപ്പോൾ അത് രണ്ടും ഒരുമിച്ചാക്കി. -4 sin square x ഉം -4 cos square x ഉണ്ട്. അത് രണ്ടും ഒരുമിച്ച് എഴുതി. ഓക്കെ, അതിനുശേഷം 3 + 3 എന്ന് പറഞ്ഞാൽ 6. ഇതിലും -4 ഉണ്ട്, ഇതിലും -4 ഉണ്ട്. അപ്പോൾ -4 നമ്മൾ ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക? sin square x മൈനസ് പോയ അവിടെ പ്ലസ് ആയി മാറും. മൈനസ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, cos square x എന്ന് കിട്ടി. That's equal to 6 minus 4 into sin square theta plus cos square theta 1 ആണ്. അതുകൊണ്ട് sin square x plus cos square x എന്ന് പറഞ്ഞാലും 1 ആയിരിക്കും. 6 minus 4 4 into 1 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. 6 minus 4 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 2 എവിടെയുള്ള RHS ലുള്ള വാല്യൂ ആണ് നമുക്ക്. അപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ വേണ്ടി 2 ആണെന്ന്. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. വളരെ എളുപ്പമാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ പോയത് കിട്ടില്ല. അപ്പോൾ ഈ മെത്തേഡ് ഓർത്ത് വെക്കുക. സിമ്പിൾ അല്ലേ? അപ്പോൾ നന്നായി ചെയ്ത് പഠിക്കുക. ഈ രീതിയിൽ ഒരു പ്രോബ്ലം നമ്മളെ എക്സാമിന് ഉണ്ടാവും. എല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ മൾട്ടിപ്പിൾ ആൻഡ് സബ് മൾട്ടിപ്പിൾ ആംഗിൾസ് എന്നുള്ള ചാപ്റ്ററിലെ പ്രോബ്ലംസ് നിങ്ങൾക്ക് എവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകുക. അപ്പം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി നമുക്ക് ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ് ശ്യാം പ്രസാദ്.